നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്തയ്ക്ക് വേണ്ടി ഭയങ്കര വാചാലനായി വാതോരാതെ പ്രസംഗിച്ചവർക്ക് പലരും ഇന്ന് ആ രംഗത്ത് കാണുന്നില്ല. പലരും സമസ്തയുടെ സമ്മേളനത്തിലൊക്കെ ജനങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അവസാന പ്രസംഗകന്മാരൊക്കെ ഇപ്പോൾ ആദ്യം പ്രസംഗിച്ചാലും കേൾക്കാൻ ആളില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട സമസ്തന്റെ ഉലമാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴി. അത് നമ്മൾ മുബ്തദീങ്ങളോട് വെറുക്കുക എന്നാണ്. കണ്ടാൽ വർത്താനം പറയുക എന്നതിലുപരി എല്ലാരോടും നല്ലോണം കഴിയണം. ഇവര് ഇങ്ങനെ സത്യം, സ്വാതന്ത്ര്യം, സമത്വം എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ പിന്നെ അങ്ങനെ നിൽക്കണമെങ്കിൽ റസൂലും സഹാബത്തും മക്കയിൽ വെച്ച് ചെയ്യേണ്ടിയിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവർ മരിച്ചാലും അത് ചെയ്തില്ല. സഹാബാക്കൾ അവരോട് സന്ധിയായില്ല. നമ്മളെന്തിനാണ് നമ്മളെ ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവർ കഴിഞ്ഞു പോയവരൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ? എന്തെങ്കിലും വിഷമമുണ്ടായോ? അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? നമ്മളുടെ ഈമാനിൽ ഉറച്ചു നിന്നാൽ അത് നമ്മൾ കാണേണ്ടതുപോലെ കാണണം. മറ്റുള്ളവരോട് വർത്താനം പറയേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ശംസുൽ ഉലമയോടുള്ള ഗുരുത്വവും പൊരുത്തവും മാനിച്ചുകൊണ്ട് കേരളത്തിലുള്ള 99% ദാരിമികൾ സമസ്തക്കൊപ്പമാണ്, സമസ്തയുടെ പ്രവർത്തകന്മാരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ഈ കേരളത്തിലുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ വെച്ച് സമസ്തയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥാപനം ദാറുസ്സലാം അറബി കോളേജാണ് എന്നും സുന്നികൾ വിലയിരുത്തിയിരിക്കുകയാണ്, ബുദ്ധിജീവികൾ വിലയിരുത്തിയിരിക്കുകയാണ്. അതേ അവസരത്ത് ഞാൻ ഒരു ഫൈസിയാണ്. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ആ വഴി തെറ്റിപ്പോയിരിക്കുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ നേരിൽ നിന്നോ അതല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യരിൽ നിന്നോ ഫൈലിമാരായ ആൾക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. എന്നിരുന്നാലും ഒരു കുറഞ്ഞ ശതമാനം, കുറച്ച് ആൾക്കാർ മാത്രമേ ആ ഫൈസിമാരിൽ നിന്നും ആ മാർഗത്തിലുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വളരെ കുറഞ്ഞ വിഭാഗമാണ്. എന്താണ് കാരണമെന്നറിയില്ല. ആ ഫൈസിമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില മുജാഹിദ് ബാന്ധവമുള്ള ഉസ്താദുമാരോ മറ്റോ നിരന്തരം അവരെ പ്രേരിപ്പിച്ചതുകൊണ്ടോ മറ്റോ എന്നറിയില്ല, കുറേ ആൾക്കാർ അങ്ങനെ അവരെ പറ്റി സുഹാബികൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ് സുഹാബി എന്ന് വിളിച്ചാൽ? എൻ്റെ അഭിപ്രായത്തിൽ സ്വഹാബി എന്ന് പറഞ്ഞത് സുന്നിയും വഹാബിയും ചേർന്നത് എന്നല്ല. ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്വഹാബി എന്ന് പറഞ്ഞാൽ സുന്നി വഹാബി എന്ന്. അതല്ല, സുഹാബി എന്ന് പറഞ്ഞാൽ ഉറച്ച വഹാബി എന്നാണ്. സു എന്ന മലയാളത്തിലുള്ള പദം ചേർന്നാൽ ഉറപ്പിന്റെ അർത്ഥം ഇട്ടു. സുഭദ്രം, ഭദ്രം എന്നതിന് സുഭദ്രം എന്ന് പറഞ്ഞാൽ കൂടുതലോ, നിശ്ചിതം എന്ന് പറഞ്ഞതിന് സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ കുറെ കൂടുതൽ ഉറപ്പുണ്ട് എന്നാണ്. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് മലയാളത്തിൽ സു ചേർന്നാൽ. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ മുസ്ലിംമാരുടെ വേഷം കെട്ടി എന്നിട്ട് ഈ സമസ്തക്ക് എതിരെയുള്ള ആൾക്കാരോട് ചാങ്ങാത്തം കെട്ടി എന്നിട്ട് വഹാബികളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരായാലും അവര് ഉറച്ച വഹാബികളെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ അടുത്ത് അതിന് ഉപോത്ബലകമായ ഒരു സംഭവം കാണുകയുണ്ടായി. കുറേ കാലമായി സമസ്ത ഇവിടെ ഉണ്ടായത് തന്നെ വഹാബികളെ പ്രതിരോധിക്കാനാണ്. അപ്പൊ സമസ്ത സംഘടന ആകുന്നത് മുമ്പ് തന്നെ ഇവർ സംഘടിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടിച്ചതായ മുജാഹിദ് വിഭാഗത്തിൽ ഒരുപാട് അവരുടേതായ മൗലവിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ഗദ്യത്തിലും പദ്യത്തിലും അറബിയിലും മലയാളത്തിലും ഒക്കെ കുറച്ച് പരിചയമുള്ളവരാണ്. എന്നിട്ട് ഇപ്പോഴിതാ ഒരു സ്വഹാബി
അവരുടെ അത്തൗഹീദിന് മാല എഴുതിയിരിക്കുന്നു, അത്തൗഹീദിന് പദ്യരൂപം നൽകിയിരിക്കുന്നു, ബൈത്താക്കിയിരിക്കുന്നു. അപ്പോൾ ഈ സുഹാബി എന്ന് പറഞ്ഞാൽ ഉറച്ച വഹാബി എന്നല്ല ഇതിനർത്ഥം. വഹാബികളും കൂടി ചെയ്യാത്ത കാര്യമാണ്, ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴവർക്ക് എത്ര സുഖാണ്. നാളെ അവിടെ വാദപ്രതിവാദം ഉണ്ടായല്ലോ പ്രവണ്ണയിൽ. അവർക്കിപ്പോൾ എത്ര സുഖാണ്. അവർ ഈ കിതാബ് നോക്കി ഇബാറത്ത് വായിച്ചിട്ട് തൗഹീദിനെ സ്ഥാപിക്കാനാണ് ഇക്കാലം അത്രയും ശ്രമിച്ചത്. സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും ശക്തമായ, സുന്നത്തിനെതിരെ പ്രയോഗിക്കുന്നതായ ഏറ്റവും ശക്തമായ അവരുടെ ഗ്രന്ഥം അത്തൗഹീദാണ്. അത്തൗഹീദിലൂടെയാണ് നമ്മൾ സുന്നികളെ മുശ്രിക്കുകളാക്കിയത്. അത്തൗഹീദിലൂടെയാണ് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മളെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള അത്തൗഹീദിന് കഴിഞ്ഞുപോയ മുജാഹിദീങ്ങളാരും ഒരു പദ്യം എഴുതിയില്ല. അവർ വളരെ ബുദ്ധിമുട്ടി അതിൻ്റെ ഇബാറത്ത് വായിച്ചിട്ടാണ് അതൊക്കെ വാദിച്ചത്. ഇപ്പോഴവർക്ക് സുഖമാണ്, ബൈത്ത് വേഗം പഠിക്കാലോ. ഇപ്പം കിതാബ് എടുത്ത് നടക്കണ്ട, ബൈത്ത് വേഗം പഠിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിനെതിരെ, സമസ്തക്കെതിരെ പ്രവർത്തിക്കാൻ, പ്രബോധനം ചെയ്യാൻ അവരുടെ ഭാഷയിൽ ഈ അത്തൗഹീദിന്റെ ബൈത്ത് വളരെ സഹായകമാണല്ലോ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനും അതേപോലെ തന്നെ എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ ആ ടിപ്പണിയും എഴുതിയിരിക്കുന്നു. എന്നിട്ട് അതിനെ അനുകൂലിക്കുന്നതായ ആള് ചില സ്ഥാപനങ്ങളിലുണ്ട്. ആ സ്ഥാപനങ്ങളിൽ അതിർത്ത് പുച്ഛമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അതിലില്ല എന്നൊക്കെ പറഞ്ഞ് ഒരാളും കമയെന്ന് പോലും അതിനെതിരെ സംസാരിച്ചില്ല. ചിലർക്ക് പറയുന്ന അയാൾ മാപ്പ് പറയും. എന്തോ മാപ്പ് പറയാന്ന്? പണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയ ഒരാള് മാപ്പ് പറഞ്ഞപ്പോ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇരുമ്പുലൊക്കെ വിഴുങ്ങി ചുക്ക് വെള്ളം കുടിക്കുന്ന പരിപാടി വേണ്ട. മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലി നിങ്ങൾക്ക് അറിയാലോ. അദ്ദേഹം നല്ല സമസ്തനോടൊക്കെ ചേർന്ന് നിന്നിരുന്ന ഒരാളാണ്. എന്നിരുന്നാലും ഇദ്ദേഹം അപകടങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും ആശയം എന്താണെന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ CH മുഹമ്മദ് കോയ സാഹിബ് ഒരവസരത്ത് വടകരയിൽ പാകിസ്ഥാൻ മൈതാനി എന്നാണ്, ഞാൻ വിദ്യാർത്ഥിയായ സമയത്ത് ആ മൈതാനിന്റെ പേര് പാകിസ്ഥാൻ മൈതാനി എന്നാണ്. പക്ഷെ പാകിസ്ഥാൻ മൈതാനി എന്ന് പറയുന്നത് അപകടമാണ്, ആരെങ്കിലും വന്ന് വിജിലൻസോ മറ്റോ വന്ന് അന്വേഷിച്ചേക്കുമെന്ന് കരുതി ആ മൈതാനിന്റെ പേര് സീദി സാഹിബ് മൈതാനി എന്നാക്കി. ആ സീദ് സാഹിബ് മൈതാനിയിൽ വെച്ച് ഞാൻ കുട്ടിയായ കാലത്ത്, വിദ്യാർത്ഥിയായ കാലത്ത് അദ്ദേഹം വളരെ ചെറുപ്പമാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ലോകം ചുറ്റിക്കണ്ട ആളാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു യാത്രാ വിവരണം, അതേപോലെ അതിൻ്റെ ചരിത്രമൊക്കെ വിവരിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം ഞാൻ കണ്ട മലേഷ്യ എന്ന് പറഞ്ഞതിന് അതിൻ്റെ എതിരാളികൾ എന്നെ കണ്ട മലേഷ്യ, പ്രായമുള്ളവർക്ക് അത് ഓർമ്മയുണ്ടാവും, എന്നെ കണ്ട മലേഷ്യ എന്നതിന് എതിരെഴുതിയ ആളാണ്. അദ്ദേഹം വലിയ വിവരമുള്ള ആളാണ്. നാട്ടിൻ്റെ അതേപോലെ രാഷ്ട്രങ്ങളുടെ ഗതിവിഗതികൾ അറിയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകത്ത് പല നാടുകളിലും ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചിട്ടുണ്ട്. സത്യമാണ്. ഞാൻ പാശ്ചാത്യ നാടുകളിൽ, അതേപോലെ അറബ് നാടുകളിൽ, അറബ് രാഷ്ട്രങ്ങളിൽ എന്നാൽ അവിടെയൊന്നും ഇല്ലാത്ത ഇസ്ലാമികമായ പരിവേഷം ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ നിന്ന് മലബാറിലാണ്, കേരളത്തിലാണ്, കേരളത്തിൽ നിന്ന് മലബാറിലുള്ള മാപ്പിളമാരിലാണ് എന്ന് അദ്ദേഹത്തിന്റെ ശൈലിയിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് സമസ്തന്റെ എന്തോ ഒരു യോഗത്തിലാണ്. അപ്പൊ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. പരപ്പനങ്ങാടിയിൽ നിന്ന്, അന്ന് പരപ്പനങ്ങാടിയാണ് ആസ്ഥാനം, പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു ബട്ടണമർത്തിയാൽ ആയിരക്കണക്കിൽ മദ്രസകൾ ഒരേ സമയത്ത് പ്രശോഭിക്കുന്ന, മദ്രസകൾക്ക് മാത്രം പ്രത്യേക കരിക്കുലവും പ്രത്യേകമായ വ്യവസ്ഥിതിയും മുഫത്തിഷുമാരെയൊക്കെ നിശ്ചയിച്ച് ആയിരക്കണക്കിൽ, അതേപോലെ 10,000-കണക്കിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം നൽകുന്ന സമസ്ത, അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് ഇതിന് തുല്യമായിട്ടൊന്നും മറ്റൊന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുറേ കാലം കഴിഞ്ഞിട്ടുള്ളതായ ശിഷ്യന്മാർ സമസ്തയെ മനസ്സിലാക്കാതെ
എന്നിട്ട് പിന്നെ എന്ത് തോന്നിയ വാസവും പറഞ്ഞാൽ അതിന് മാപ്പ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവരുടെ ആശയമനുസരിച്ച് മഹാനവരുടെ തത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വഹാബിസവും മറ്റും മുബത്തദീയങ്ങൾ അവർക്കൊക്കെ ശാഖാപരമായ അഭിപ്രായങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞതിനോട് മൂപ്പർ അനുകൂലിക്കുന്നില്ല. ശംസുൽ ഉലമയുടെ വാദം അതൊക്കെ ഒരു അടിസ്ഥാനപരമായതായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അടിസ്ഥാനപരമായത് കൊണ്ടാണല്ലോ അത്തൗഹീദിലൂടെ എല്ലാ മുഅ്മിനീങ്ങളെയും മുശ്രിക്കീങ്ങളാക്കുന്നത്. അത് ശാഖാപരമാണോ? മുഅ്മിനീങ്ങളായ യഥാർത്ഥമായ മുസ്ലിങ്ങളെ മുശ്രിക്കീങ്ങളാക്കുന്നത് അത് ശാഖാപരമാണോ? ശംസുൽ ഉലമ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ അടിസ്ഥാനപരമായ ഒരഭിപ്രായ വ്യത്യാസമാണ് അവർക്കുള്ളത്. മാത്രമല്ല, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇവിടെ ശരീഅത്ത് വ്യവസ്ഥിതി, ശരീഅത്ത് പ്രക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പാർലമെന്റ് തീരുമാനമെടുക്കാൻ പോകുമ്പോൾ വലിയ ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ കേരളത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയും അതേപോലെ നമ്മുടെ നദ്വി സാഹിബുമായിരുന്നു, അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹത്തോട് ശൈഖുനാക്ക് വലിയ ബഹുമാനമാണ്. കാരണം അദ്ദേഹം പണ്ഡിതനുമാണ്, ഹനഫി മദ്ഹബിൽ വിശ്വസിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൈകോർത്തുകൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പ്രവർത്തിച്ചപ്പോൾ അത് വലിയ ഒരു തെറ്റായിട്ട് ഇവിടെയുള്ള ഒരു സുന്നി വിഭാഗം ചിത്രീകരിക്കുകയും എന്നിട്ട് അവരൊക്കെ സമസ്തയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത് നിങ്ങൾക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അന്ന് അവിടെ പ്രസംഗിച്ചത്, അന്ന് നമ്മുടെ മുതലക്കുളം മൈതാനിയല്ലേ, അന്ന് ശൈഖുനാ ശംസുൽ ഉലമ പ്രസംഗിച്ചത് എന്താണ്? മദ്ഹബ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ അതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അത് അടിസ്ഥാനപരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഭേദഗതി വരുത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സമ്മതിക്കാൻ തയ്യാറില്ല എന്നായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്. കാരണം മദ്ഹബ് എന്ന് പറയുന്നത് ഹനഫി മദ്ഹബ്, ഹംബലിയൊക്കെ ശൈഖുനാ വിവരിച്ചുകൊണ്ട് അന്ന് മദ്ഹബിനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ശൈഖുനാ ശംസുൽ ഉലമ അന്ന് മുതലക്കുളം മൈതാനിയിൽ പ്രസംഗിച്ചത്. പക്ഷെ ഇവർക്കത് മനസ്സിലായില്ല, അതിനെ ആക്ഷേപിച്ചവർക്ക് മനസ്സിലായില്ല. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ശൈഖുനായുടെ അടിസ്ഥാനപരമായ വിശ്വാസം സുന്നത്ത് ജമാഅത്തിന്റെ നമ്മളല്ലാത്ത മദ്ഹബിൽ അധിഷ്ഠിതമായി മദ്ഹബി വിശ്വാസികളല്ലാത്ത സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളാത്ത തനി വഹാബികളും മൗദൂദികളുമെല്ലാം അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരാണ് എന്നാണ് മഹാനായ ശൈഖുനാ പറഞ്ഞത്. അതിന് ശൈഖുനാ പല തെളിവുകളും നിരത്തി വെച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതായത് ശൈഖുനാ ഈ ഇസ്ലാമിക അനിസ്ലാമികമായ പ്രവണതകൾ എന്ന് പറഞ്ഞാൽ ശിർക്കായാലും ബിദ്അത്തായാലും അതേപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ളതായ പ്രവർത്തനങ്ങളായാലും അത് അടിസ്ഥാനപരമായതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണെന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ സ്ഥാപിച്ചിരുന്നത്.